ഈ റോഡിന്റെ അവസ്ഥയെ പറ്റി നിരന്തരം പരാതി നൽകിയിട്ടും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു മനോഭാവം? അങ്ങനെ അത് പച്ച കള്ളം പറയുന്നത്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. തൃശൂർ പട്ടണത്തിനകത്ത് പ്രധാനപ്പെട്ട റോഡുകൾക്കൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. ഇവിടെ പറയുന്നത്, നേരത്തെ പറഞ്ഞു കോലോത്തും പാടത്ത് റോഡ് രണ്ടുപേരും മരണമടഞ്ഞു എന്നുള്ളത് ആക്സിഡന്റ് ആയത് സത്യമാണ്. പക്ഷെ ആ റോഡിന്റെ അവകാശം ഞങ്ങൾക്കല്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊന്നുമല്ല. ഇവിടെ റോഡുകളെല്ലാം കിടക്കുന്നത് ഒന്ന് KSTBയുടെ കയ്യിൽ, മറ്റൊന്ന് PWയുടെ കയ്യിൽ, പിന്നെ കോർപ്പറേഷന്റെ കയ്യിൽ. ഇത് അതാത് ഡിപ്പാർട്ട്മെന്റ് പണിയേണ്ടത് സമയബന്ധിതമായി പണിയാത്തതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന എല്ലാ കുറ്റത്തിനും അവിടെ വിളിച്ചു ചോദിക്കുന്നത് ആരോടാണ്? തൃശ്ശൂർ കോർപ്പറേഷൻ മേയറോടാണ്. ഒറ്റ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പോ ഒരു 33 വയസ്സുകാരൻ മരിച്ചതിലെ എനിക്ക് വലിയ ഖേദമുള്ള ആളാണ്. കാരണം എൻ്റെ മകന്റെ പ്രായമേ അദ്ദേഹത്തിനുള്ളൂ. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ പാടില്ല. 5 വർഷക്കാലത്തിനുള്ളിൽ യാതൊരു തരത്തിലുള്ള ഒരു അപകടമില്ലാതെ ഇത്രയും കാലം ഞാൻ ഇത് കൊണ്ടു നടന്നവനാ. യാദർശികമായിട്ട് അവിടെ ഒരു കുഴി ഉണ്ടായി, അതിനകത്ത് വെട്ടിച്ചു, ആക്സിഡന്റ് ഉണ്ടായി, സംഭവിച്ചു. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ 104 ചതുരശ്ര കിലോമീറ്റർ കിടക്കുന്ന തൃശ്ശൂർ കോർപ്പറേഷനകത്ത് എത്ര കുഴികളുണ്ട് എന്ന് അന്വേഷിക്കാൻ ഇപ്പൊ എനിക്ക് സാധിക്കില്ല. അതാത് പ്രദേശത്തെ കൗൺസിലർമാർക്ക് ഇതുപോലൊരു കുഴി ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇത് അതാത് പ്രദേശത്തെ AEമാർക്ക് കത്ത് കൊടുത്താൽ ഈ പറയുന്ന പ്രശ്നം നമുക്ക് എങ്ങനെ ചെയ്യാം? റണ്ണിങ് കോൺട്രാക്ട് വ്യവസ്ഥയില് ഇതുപോലെ തന്നെ ലെറ്റർ പേഡ് അടിച്ച് ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ഡിവിഷനിലും ഇങ്ങനെ സംഭവിച്ചാൽ അത് അതാത് AEമാർക്ക് കൊടുത്താൽ അപ്പൊ തന്നെ അതിനകത്ത് നടപടി എടുക്കാൻ അവർക്ക് സാധിക്കും. നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഇവർക്ക് എൻ്റെ അടുത്ത് വരാം. ഇന്നേ വരെ ഇവരാരും തന്നെ ഒരു കത്ത് പോലും എനിക്ക് എഴുതി തന്നിട്ടില്ല. ഇവിടെ പാച്ച് നടത്തണം, ഇവിടെ കുഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇപ്പോ നമുക്കറിയാമല്ലോ, ഇതൊക്കെ തിരിച്ചറിയാം. ഇന്ന് അറിയപ്പെടുന്ന ഒരു സിറ്റിയിലെ ഏറ്റവും നല്ല സിറ്റിയായിട്ട് തെരഞ്ഞെടുക്കുന്നതും തൃശ്ശൂരാണ്. എനിക്ക് മനസ്സിലായിട്ടുള്ളത് അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. ഒരു അപകടം ഒരിക്കലും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു അപകടമുണ്ടായി ഒരു ജീവൻ പൊലിയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഞാനൊക്കെ ആക്സ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ഇതിന്റെ ജില്ലാ കോർഡിനേറ്ററാണ്. ഒരിക്കലും അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഇതിന്റെയൊക്കെ ഉത്തരവാദിത്വം PWയ്ക്കിടയ്ക്കാണ്, കോർപ്പറേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇതിനൊക്കെ ഉത്തരവാദിത്വമുള്ള ഓരോ വകുപ്പുകളുടെയും അല്ലെങ്കിൽ അതിന് ബന്ധപ്പെട്ട ആളുകളുടെയും പേരുകളൊക്കെ പറഞ്ഞു. സാധാരണ പൊതുജനത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനൊക്കെ ഉത്തരവാദിത്വം ആർക്കാണെന്ന് അറിഞ്ഞുകൊണ്ട് റോഡിലൊരു കുഴി കണ്ടാൽ അത് പരാതി. അങ്ങ് തൃശ്ശൂർ നഗരത്തിന്റെ തലവനാണ്, തൃശ്ശൂർ നഗരത്തിന്റെ ഭരണാധികാരിയാണ്. അങ്ങ് പറഞ്ഞതുപോലെ ഇത്രയും വർഷങ്ങൾ അത് ആ ഉത്തരവാദിത്വം അങ്ങ് ചെയ്താണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങയോട് തന്നെയല്ലേ പരാതി പറയൂ, അങ്ങയോട് തന്നെയല്ലേ പറയുന്നത്. ഞാൻ ഉൾക്കൊള്ളുന്നു. എനിക്ക് പറയാനുള്ളത് ഈ സിസ്റ്റം മാറണം. കാരണം തൃശ്ശൂർ കോർപ്പറേഷന്റെ അധീനതയിൽപ്പെട്ട റോഡുകളെല്ലാം ഒന്നില്ലെങ്കിൽ തൃശ്ശൂർ കോർപ്പറേഷനെ ഏൽപ്പിക്കണം. അതല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇടപെടാൻ പറ്റില്ല. നമ്മൾ എൻ്റെ പൈസ കോർപ്പറേഷന്റെ ഫണ്ട് എടുത്ത് PWയിൽ ചെലവ് ചെയ്യാൻ പറ്റില്ല. കോർപ്പറേഷന്റെ ഫണ്ട് എടുത്ത് KSTBയിൽ ചെലവ് ചെയ്യാൻ പറ്റില്ല. ഓഡിറ്റ് ഒബ്ജക്ഷനായി സമാധാനത്തോടു കൂടി ഇറങ്ങിപ്പോകാൻ പറ്റില്ല. ഞാൻ ഉത്തരവാദിത്തം പറയണം. അതിൽ നല്ലത് കോർപ്പറേഷന്റെ പരിധിയിലുള്ള എല്ലാ റോഡുകളും കോർപ്പറേഷനെ ഏൽപ്പിക്കണം. ഇത് സർക്കാർ ലെവലിൽ ചെയ്യേണ്ട പണിയാണ്. ഇതെല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയും എന്നാൽ അവർ ജനങ്ങളുമായി കൂടുതൽ ബന്ധമുള്ളത് ജനപ്രതിനിധികളാണ്. അതിന്റെ അമരക്കാരനായി ഞാൻ ഇരിക്കുമ്പോൾ ആദ്യം ചോദിക്കുന്നത് എന്നോടാ. ജനങ്ങൾക്ക് ഇതിനകത്ത് ബോധേടല്ല. ഇത് ഏത് റോഡാണോ? ശരിയാണ്, അവർക്ക് അത് അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. വെറുതെ നമ്മൾ ഇങ്ങനെ പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ. ഒന്നില്ലെങ്കിൽ സർക്കാർ ഇടപെട്ട് കോർപ്പറേഷൻ ഏരിയയിൽപ്പെട്ട റോഡുകൾ മുഴുവൻ അത് കോർപ്പറേഷനെ ഏൽപ്പിച്ചു കൊടുക്കണം. അതനുസരിച്ച് ഫണ്ട് ഞങ്ങൾക്ക് സർക്കാർ തരണം. എന്നിട്ട് നമ്മളോട് ചെയ്യാൻ പറയണം. ഓരോ റോഡുകളും BMBC റോഡുകൾ, കോർപ്പറേഷൻ പരിധിയിലുള്ള ഒരു പരിധി റോഡുകളൊക്കെ നമ്മൾ മെയിൻ റോഡുകളൊക്കെ BMBC ആക്കി കഴിഞ്ഞു. അതുപോലെ കോൺക്രീറ്റ് റോഡുകളാക്കി കഴിഞ്ഞു. ഇനിയുള്ള റോഡുകൾ ചെയ്യാൻ വേണ്ടി നമ്മൾ ഓരോ ഡിവിഷനിലും, ഓരോ 55 ഡിവിഷനിലും ഓരോ BMBC റോഡുകൾ നമ്മൾ നടപ്പിലാക്കി കഴിഞ്ഞു. പിന്നെ വരുന്ന ഉള്ളിൽ കിടക്കുന്ന റോഡുകളൊക്കെ നമ്മൾ 20 mm കപ്പാസിറ്റിയിലാണ് പണിയുന്നത്. അതിനാണ് സർക്കാരിന്റെ അംഗീകാരം. നേരെ മറിച്ച് അതിലെ കടന്നു പോകുന്ന വാഹനങ്ങൾ 40ഉം 50ഉം ടൺ വെച്ചുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നു. ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വം കോർപ്പറേഷനെ തരികയാണെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേഷന് ഇതിൽ ചുമതല മുഴുവൻ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഒരു വീടിനകത്ത് പലതരത്തിൽ ഭക്ഷണം വയ്ക്കുന്ന ഒരു രീതിയായി പോയി. ഇതിന് മാറ്റം ഉണ്ടാകണം. ഇതിനെല്ലാത്തിനും സർക്കാർ ഇടപെടണമെന്ന്. സർക്കാർ ഇടപെടണം. കോർപ്പറേഷന് മുന്നിൽ ഇത്തരത്തിലുള്ള പരാതികൾ വരുമ്പോൾ എന്തു ചെയ്യണമെന്ന് അറിയാതെ നിസ്സഹായാവസ്ഥയിലായി പോകുന്ന അങ്ങേക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം ബോധിപ്പിക്കേണ്ടതും അതിലൊരു പരിഹാരം കണ്ടെത്തുന്നതും അങ്ങ് ഉൾപ്പെടുന്ന സംവിധാനങ്ങൾ തന്നെയല്ലേ? ഞാൻ പല പ്രാവശ്യവും ഇത് സർക്കാരിലേക്ക് എഴുതിയിട്ടുണ്ട്, നേരിട്ട് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മിനിസ്ട്രിയും ഞാൻ ബോധ്യപ്പെടുത്തുന്ന ആളെ, ഞാൻ വെറുതെ ഇരിക്കുന്ന ഒരാളല്ല.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം, അതുപോലെ തന്നെ പൊതുമരാമത്തിനടക്കം ഈ വക കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെ ഏകീകരിക്കണം. ഇല്ലെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യത്തിനകത്തും ഞങ്ങൾക്ക് നിലനിൽപ്പില്ല. കാരണം എന്ത് ചെയ്താലും കുറ്റം വരുന്നത് കോർപ്പറേഷനും കോർപ്പറേഷന്റെ മേയർക്ക്. ആ ഒരു സിസ്റ്റം മാറണം. പല പ്രാവശ്യം ഞാൻ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനൊന്നും ഒരു മാറ്റം ഞാൻ ചെയ്യുന്ന ആളല്ല. ഞാൻ എവിടെ പോയാലും കയറി സംസാരിക്കുന്ന കൂട്ടത്തിലാ. അതിലൊന്നും എനിക്കൊരു വിട്ടുവീഴ്ചയില്ല. ഇന്ന് ഒരു കാര്യം ചോദിക്കട്ടെ, ഇന്ന് നേരത്തെ ശ്രീ ജോൺ ഡാനിയൽ പറഞ്ഞ ഒരു കാര്യം, ആരോപിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ റോഡിന്റെ പ്രശ്നത്തെ പറ്റി ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ ആ ചർച്ചയ്ക്ക് അങ്ങ് തയ്യാറാകുന്നില്ല, ചർച്ച ചെയ്യാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അതിലൊരു മറുപടി പോലും, പ്രതികരണം പോലും അങ്ങയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞോട്ടെ. 5 വർഷക്കാലമായി എന്റെ റൂമിലേക്ക് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവോ ജോൺ ഡാനിയലോ ഒന്നും വരാറില്ല. ഏതെങ്കിലും ഒരു ആവശ്യത്തിന് മീറ്റിങ്ങിന് വിളിച്ച് അവർ വരില്ല. ഞാനത് അങ്ങനത്തെ രാഷ്ട്രീയം എനിക്ക് താല്പര്യമില്ല. ഞാനൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരാ. ഒരു വേർതിരിവുമില്ല. എല്ലാ കാര്യങ്ങളും സുതാര്യമായി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാ. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ല. ഇവരെ ഇന്നേ വരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനോ അല്ലെങ്കിൽ ഓടി വന്ന് കൗൺസിലിനകത്ത് ഇതൊരു ജനാധിപത്യ വ്യവസ്ഥയല്ലേ? എന്ത് തോന്നിവാസവും ആർക്കും ചെയ്യാമോ? ഇതിനകത്ത് വന്ന് ഇന്ന് നിങ്ങൾ കണ്ടതല്ലേ പേക്കൂത്ത്? ഇതൊരു സിസ്റ്റമാണോ? അവിടെ ജനങ്ങൾ ഇത് കാണുന്നില്ലേ? ജനങ്ങൾ ബോധ്യപ്പെടുത്തില്ലേ? ഒരു ജനപ്രതിനിധി എങ്ങനെയായിരിക്കുന്നതിന്റെ മാതൃകയാണ് അവിടെ നമ്മൾ കണ്ടത്. ഇങ്ങനെ ആയിരിക്കണമോ? ഇതൊരു നല്ല കീഴ്വഴക്കമല്ല. നമുക്ക് ആവശ്യം എന്താ? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഒരു ജനാധിപത്യ വ്യവസ്ഥ വെച്ച് കൗൺസിൽ എന്ന് പറയുന്ന ആ പവിത്രമായ സ്ഥലത്ത് അവിടെ ഇരുന്ന് ചർച്ച ചെയ്ത് എല്ലാ കാര്യങ്ങളും സോൾവ് ചെയ്യണം. അല്ലാതെ കണ്ട് ഇതുപോലെയുള്ള പേക്കൂത്തുകൾ ചെയ്യുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അതൊരു ശരിയായ നടപടിക്രമമല്ല. ഇതൊക്കെ ജനം കാണുന്നുണ്ട്, ജനം തിരിച്ചറിയുന്നുണ്ട് എന്ത് ശരി എന്ത് തെറ്റെന്നൊക്കെ. അതൊന്നും മര്യാദയല്ല.